ഒന്നാമതായി പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരുന്നയാളാണ്. സഹാബ് വേർപെട്ടിട്ട് 1 വർഷമായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സഹാബ് സീതാറാമിനെ പോലെയുള്ള അതിസമർത്ഥനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിന് ഏറ്റവും ആവശ്യമുണ്ടായിരുന്നുവെന്ന് ഈ രാഷ്ട്രീയ രംഗത്ത് ചലനങ്ങൾ നോക്കുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. സീതാറാം യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികമായും പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും നേതൃത്വം നൽകുന്നതിന് വളരെയധികം കഴിവുകൾ പ്രകടിപ്പിച്ചയാളാണ്. സംഘടനാപരമായ കഴിവുകൾ പ്രകടിപ്പിച്ചയാളാണ്. അതെല്ലാം രാജ്യത്തിന് പ്രയോജനപ്രദമാണ്. പക്ഷെ അതിലേറെയോ അതിനേക്കാളും ആഴത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിഞ്ഞു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സംഭാവന RSS എന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടന നിയന്ത്രിക്കുന്ന BJP ഇന്ത്യൻ ഭരണകൂടത്തിൽ അതിൻ്റെ പിടിമുറുക്കിയിരിക്കുന്ന സാഹചര്യത്തെ എങ്ങനെ നേരിടണം രാഷ്ട്രീയമായി എന്നതിനെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന മേഖലയിലാണ്. CPIMൻ്റെ കാഴ്ചപ്പാട് വികസിപ്പിക്കുന്നതിൽ പാർട്ടിക്കുള്ളിലും പാർട്ടി വികസിപ്പിച്ച കാഴ്ചപ്പാട് രാജ്യത്ത് നടപ്പാക്കുന്നതിൽ സമൂഹത്തിൽ ഒട്ടാകെയും വളരെ താരതമ്യമില്ലാത്ത ഇടപെടലുകളിൽ സംഭാവനയുമാണ് അദ്ദേഹം നൽകിയിരുന്നത്. സീതാറാമിൻ്റെ മരണത്തെ തുടർന്ന് താൽക്കത്തോട ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യ ബ്ലോക്ക് എന്ന ഒരു രാഷ്ട്രീയ സംവിധാനം BJPയുടെ ഹിന്ദുത്വ കോർപ്പറേറ്റ് ആധിപത്യത്തിനെതിരെ വികസിപ്പിച്ചെടുക്കുന്നതിൽ സീതാറാം യെച്ചൂരിയുടെ സംഭാവന വളരെ വിലപ്പെട്ടതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ സീതാറാം വഹിച്ച ആ പങ്ക് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയും BBയും എല്ലാം ചർച്ച ചെയ്തെടുത്ത രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. പക്ഷെ അത് വളരെ സർഗാത്മകമായി നടപ്പാക്കുന്നതിൽ സഖാവ് യെച്ചൂരിയുടെ നേതൃത്വ പാഠവും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അത്തരം നേതൃത്വ പാഠവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഇന്ത്യയിലും അതുപോലെ തന്നെ ലോക സാഹചര്യത്തിലുമാണ് നാം ജീവിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയം പൂർണ്ണമായി അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന ഇസ്രയേലിനും കീഴടങ്ങുന്നതാണ്. ഇപ്പോൾ ഖത്തറിന് നേരെ ഉണ്ടായ ആക്രമണം ഇന്ത്യ ഇതുവരെ അപലപിച്ചിട്ടില്ല. സീതാറാം ഉണ്ടായിരുന്നെങ്കിൽ ആ വിഷയത്തിലെല്ലാം എങ്ങനെ ഇടപെടുമായിരുന്നു എന്നുള്ളത് കൂടി ഓർത്തുകൊണ്ടാണ് CPIMും ഞങ്ങളുമൊക്കെ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും നികത്താൻ കഴിയാത്ത ഒരു നഷ്ടമാണ് എന്നുള്ളത് ഒരു സാധാരണ ഒരാൾ വേർപെടുമ്പോൾ പറയുന്നൊരു ഉപചാരവാക്കല്ല, എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ്.